എല്ലാ കാര്യങ്ങളും UDF ആലോചിച്ചെടുത്ത തീരുമാനം. ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ച UDF ആണ്. പിന്നെ സഭയിൽ അദ്ദേഹം വരണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ മിനിഞ്ഞാന്നത്തെ സംഭവത്തോടെ ഒരു കാര്യം മനസ്സിലായത്, അത് ഇനി കുറച്ച് വിവാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്നും കൊണ്ടല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും ചർച്ചകൾ കൊള്ളുന്നത്. ഇപ്പോൾ 2 ദിവസം പ്രതിപക്ഷത്തിന് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. നേരെ മറിച്ച് രാഹുൽ ഉണ്ടായതെങ്കിൽ എല്ലാവരും അതിൻ്റെ പേരിൽ അതിലേക്ക് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യും, മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോകും. ഇപ്പോൾ അന്ന് നിയമസഭാ റെഫറൻസിൽ അച്യുതാനന്ദനെ കുറിച്ചോ തങ്കച്ചനെ കുറിച്ചോ എന്നുള്ള വാർത്തകളല്ല വന്നത്, രാഹുൽ വന്നു പോയതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൽക്കാലം അദ്ദേഹം ഒന്ന് ശാന്തനായിട്ട് മാറി നിൽക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ വരട്ടെ, സാഹചര്യങ്ങളനുസരിച്ച് അന്ന് തീരുമാനം എടുക്കാമല്ലോ. അല്ല, നിലവിലുള്ള സർക്കാരിനെതിരായിട്ട് എല്ലാവരും പറയുന്നുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറയുന്നുണ്ട്, UDF പുറത്ത് പറയുന്നുണ്ട്, സമരം ചെയ്യുന്നുണ്ട്. ഇവിടെ ആക്ഷേപം ഉണ്ടായത് ആന്റണിയുടെ ഭരണകാലത്തിനെ കുറിച്ച് ആക്ഷേപം ഉണ്ടായപ്പോൾ ആന്റണി മറുപടി പറഞ്ഞു. മറ്റു കാര്യങ്ങൾ ഞങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അതിലൊരു പ്രശ്നം പറഞ്ഞാൽ നിയമസഭയിൽ പോലീസ് അതിക്രമം ചർച്ച ചെയ്യാൻ ആ പാനൽ ലിസ്റ്റിൽ 2 ആഭ്യന്തരമന്ത്രിമാർ ഇപ്പോഴും സഭയിലുണ്ട്. അവർക്ക് അപ്പൊ അന്നത്തെ ആ ചർച്ചയിൽ ഭരണപക്ഷം സ്കോർ ചെയ്തു എന്ന് പോലും ഒരു വിലയിരുത്തൽ അങ്ങനെ ഒരു സ്കോർ ചെയ്തായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. മൊത്തത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കാൻ കഴിഞ്ഞു. പിന്നെ സഭയിലൊരു ബഹളം ഉണ്ടാക്കി സഭ പിരിച്ചുവിടലല്ലോ ആവശ്യം. ഞങ്ങളുടെ ശൈലി എന്ന് പറഞ്ഞാൽ സഭയിൽ ചർച്ച ചെയ്യണം, സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തണം. അത് പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിധി എഴുതേണ്ട ജനങ്ങളാണ്. ആ വിധി എഴുതുന്ന സമയത്ത് ജനങ്ങൾ വിധി എഴുതും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് പരാതിയുമായിട്ട് പോകുന്നവരെ വേണം പറയാം. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് എല്ലാവരും പറയും. അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയക്കാരനല്ല. ഭരത്ചന്ദ്രൻ മോഡലിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല. അദ്ദേഹത്തിന് മാറാനും കഴിയും. പിന്നെ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് MP ആക്കിയത്. അപ്പോൾ MP ആക്കിയവർ അനുഭവിക്കുക, അല്ലാണ്ട് വേറെ മാർഗം ഇല്ല. എല്ലാ കാര്യങ്ങളും UDF ആലോചിച്ചെടുത്ത തീരുമാനം. ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ച UDF ആണ്. പിന്നെ സഭയിൽ അദ്ദേഹം വരണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ മിനിഞ്ഞാന്നത്തെ സംഭവത്തോടെ ഒരു കാര്യം മനസ്സിലായത്, അത് ഇനി കുറച്ച് വിവാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്നും കൊണ്ടല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും ചർച്ചകൾ കൊള്ളുന്നത്. ഇപ്പോൾ 2 ദിവസം പ്രതിപക്ഷത്തിന് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. നേരെ മറിച്ച് രാഹുൽ ഉണ്ടായതെങ്കിൽ എല്ലാവരും അതിൻ്റെ പേരിൽ അതിലേക്ക് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യും, മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോകും. ഇപ്പോൾ അന്ന് നിയമസഭാ റെഫറൻസിൽ അച്യുതാനന്ദനെ കുറിച്ചോ തങ്കച്ചനെ കുറിച്ചോ എന്നുള്ള വാർത്തകളല്ല വന്നത്, രാഹുൽ വന്നു പോയതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൽക്കാലം അദ്ദേഹം ഒന്ന് ശാന്തനായിട്ട് മാറി നിൽക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ വരട്ടെ, സാഹചര്യങ്ങളനുസരിച്ച് അന്ന് തീരുമാനം എടുക്കാമല്ലോ.